ഇതൊരു ആത്മയുദ്ധമാണെന്ന് പറയുന്ന ഒരു ദേവദാസനും ഒരു ദൈവദാസിയും ഒരു വിശ്വാസിയും മിണ്ടാതിരിക്കത്തില്ല. കാരണം സ്വന്തം ഇഷ്ടമനുസരിച്ച് നടക്കാനല്ല, അത് കമാൻഡ് ചെയ്തവൻ്റെ ഉത്തരം അവനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും ഒരു യോദ്ധാവിൻ്റെ ജോലി എന്ന് പറയുന്നത്. അത് സ്ത്രീയും പുരുഷനും ഒന്നുമില്ല. ഈ 5 സഹോദരിമാർ ദേവദാസികളും ഒരു അപ്പോസ്തലയുമായി എഴുന്നേറ്റപ്പോൾ ഇനി എത്രയോ പേർ ആ 2021 ദർശനം തന്ന ഞാറിൻ്റെ അകത്തുണ്ട്. ഇതിനെല്ലാം എഴുന്നേൽപ്പിക്കുമ്പോൾ നമുക്ക് ദൈവം നമ്മളോട് എന്ത് സംസാരിക്കുന്നു അത് നോക്കുക. ഏതാണ് നമ്മൾ സത്യമാണ് ഇനി സംസാരിക്കേണ്ടത്, സത്യത്തിനാണ് വില കൊടുക്കേണ്ടത്, ഫോഷ്കിനല്ല. സങ്കീർത്തനം 144 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ആഴത്തിലേക്ക് മനസ്സിലാക്കണം. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ദൈവം, എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയം, ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. ഹല്ലേലൂയ. സോ ഇത് എന്താ, മനുഷ്യനൊരു ശ്വാസം മാത്രമേ ഉള്ളൂ, അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു. സോ ഈ ഗോപുരവും രക്ഷയും പരിചയം ശരണവും ആക്കിയ ദയയും കോട്ടയും ആക്കിയ മനുഷ്യന് അത് മനസ്സിലാക്കിയ ഒരു വിശ്വാസിക്ക് മാത്രമേ അപ്പൻ്റെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുമ്പോൾ അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ അവിടെ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. വിശ്വാസത്തിൽ ഓരോ ഘട്ടങ്ങളിലേക്കും നമ്മൾ കടക്കുമ്പോൾ അവൻ്റെ ആഴത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർ എഴുന്നേൽക്കട്ടെ. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ തിമോത്തിയോസിനോട് പൗലോസ് പറയാണ്, മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പോൾ ശക്തിപ്പെടാതെ ദ്രവ്യാഗ്രഹത്തിനും ഭൗതികത്തിനും ദൈവത്തിൻ്റെ ഹൃദയത്തെ നോക്കാതെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നോക്കുന്നവർക്കും ഇതാണ് മനസ്സിലാകുന്നത്. അപ്പനെന്ന് വിളിക്കും, പക്ഷേ അപ്പൻ്റെ കയ്യിലോട്ടാണ് നോക്കുന്നത്. അപ്പൻ്റെ ഹൃദയത്തോട്ട് നോക്കിയ അനേക സ്ത്രീകൾ പുരുഷന്മാർ അന്ത്യകാലത്തിൽ എഴുന്നേൽക്കുകയാണ്. അത് യൗവനക്കാർ എഴുന്നേൽക്കുകയാണ്, വാർദ്ധക്യത്തിൽ എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുകയാണ്. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശുദ്ധ മനുഷ്യരെ ഭരമേൽപ്പിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഒരു അധികാരം കൈമാറുകയാണ്. ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. ക്രിസ്തുയേശുവിൽ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. അതിൻ്റെ പോയിൻ്റാണ്, അതിൻ്റെ ഡെപ്ത്. കഷ്ടം സഹിക്കുക. ഭടന്മാർ പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടത് യാതൊരു പടയാളിയും ജീവന കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അനേകർ എനിക്ക് മെസ്സേജ് അയച്ചു, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ട ശബ്ദമാണ്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക. മനുഷ്യനെയല്ല പ്രസാദിപ്പിക്കേണ്ടത്, മനുഷ്യനെയല്ല, പട ചേർത്തവനെ. ഹലോ, നമ്മെ ഒരു ദൗത്യം ഏൽപ്പിച്ചെങ്കിൽ ആ യോദ്ധാവായി നിന്ന് പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക, മനുഷ്യനെ അല്ല. നെവർ